ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഈ 4ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ എന്താ ലേറ്റ് ആയി പോയി പടം കാണാൻ? അല്ല, എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. പക്ഷേ എന്നാലും തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തിയേറ്ററിൽ കാണണമെന്നുണ്ടായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ണിമൂന്നിനെ ഞാൻ ഇന്ത്യ ടുഡേയിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം ഇന്ത്യയിൽ നമ്മുടെ മലയാളത്തിലെ ഒരു നായകൻ അതിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തതിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നി. പിന്നെ വയലൻസ് ഓവറാണെന്ന് തോന്നിയ പടത്തിലെ വയലൻസ് അതാണല്ലോ മൂവി എന്ന് പറഞ്ഞാൽ. അതാണല്ലോ ഐ മീൻ ഇത് മാർക്കറ്റ് ചെയ്തതും അങ്ങനെയാണല്ലോ. മോസ്റ്റ് വയലൻറ്റ് മൂവി എന്നാണല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വയലൻറ്റ് മൂവി. പിന്നെ ചില സിറ്റുവേഷനൊക്കെ നമുക്കത് നോർമൽ ഓഡിയൻസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും എക്സ്ട്രീം ആയിരുന്നു. ബട്ട് നൈസ്. അവരെന്ത് മാർക്കറ്റ് ചെയ്തോ അത് അവർ എക്സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ചൊരു ആക്റ്റീവ് ആവും. സിനിമയിൽ സിനിമ പ്ലാൻ ചെയ്യും ആഗ്രഹിക്കുന്നു. നന്നായി തിരിച്ചു വരാം. താങ്ക് യു. അതേപോലെ റോബി ബ്രോയുടെ കല്യാണം ഉടനെ ഉണ്ടാവും ഇങ്ങനെ നെക്സ്റ്റ് മന്ത് ഉണ്ട്. നെക്സ്റ്റ് മന്ത്. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്. കല്യാണം സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. പൊതുവേ റൂബിൻ്റെ കൂടെ ആരതിയെ കാണാറുണ്ട്. പക്ഷേ ഇന്ന് പടം കാണാൻ വന്നപ്പോൾ എന്താണെന്നറിയോ, ഇതൊരു വൈൽഡ് മൂവിയല്ലേ. സോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബ്രദറും പിന്നെ ഫാദറൊക്കെ വന്നത്. ഈ റൂബിനാണെങ്കിൽ ഇപ്പം ഈ ബിഗ് ബോസിന് ശേഷം ഇപ്പം കുറേ മാറ്റങ്ങൾ സ്വയം വന്നിട്ടുണ്ട്. ലൗഡായിരുന്ന റൂബിന് ഇപ്പം കുറച്ച് സൈലന്റ് ആയി. അത് സ്വയമേ സൈലന്റ് ആയതാണോ അല്ലെങ്കിൽ എന്താണ്? അല്ല, ലൗഡ് ആവേണ്ട സമയത്ത് ലൗഡായി. ഇപ്പൊ സൈലന്റ് ആവേണ്ട സമയത്ത് സൈലന്റ് ആവും. സംതിങ് ഈസ് പ്ലാൻ. ഒബ്വിയസ്ലി നമുക്കെല്ലാം ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതിലേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി ലൗഡിന്റെ ആവശ്യമില്ല. ബാക്കിൻ്റെ സിനിമ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഗ്രാജുവലി ഉള്ളൂ, പയ്യെ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഒരു പടം ചെയ്യണമെന്നുണ്ട്, അത് പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്ര റോബിന് പ്രേക്ഷകർ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് കാത്തിരിക്കുകയാണ്. കാത്തിരിക്കട്ടെ, എന്തായാലും ഒരു പടം ചെയ്യും. ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു. അല്ലെങ്കിലും കാത്തിരിക്കുന്ന ആരാധകർക്ക് എന്താണെങ്കിലും റോബിന്റെ പടം ബിഗ് സ്ക്രീനിൽ കാണാൻ ഉറപ്പായിട്ടും ചെയ്യും. അതപ്പോൾ നല്ലൊരു സ്റ്റോറി, നല്ലൊരു എന്താ പറയുക സ്ക്രിപ്റ്റ്, നല്ലൊരു രീതിയിൽ ടെക്നീഷ്യൻസിൻ്റെ അണ്ടറിൽ ചെയ്യണമെന്നുണ്ട്. അതിപ്പം സ്വന്തമായിട്ട് തന്നെ ഒരെണ്ണം ചെയ്യും. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ എന്താണ് ഇപ്പം നമ്മളോട് എക്സ്ക്ലൂസീവായിട്ട് പറയാൻ പറ്റുക? പിന്നെ എന്താ പറയുക, ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പം കമൻറ്റ്സ് ആണെങ്കിലും ഈ പറഞ്ഞ കണക്ക് എന്തായാലും നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ആർക്കും എന്ത് ഫേക്ക് ഐഡിയും ക്രിയേറ്റ് ചെയ്തിട്ട് ആരെയും എന്തും പറയാമെന്നുള്ളൊരു കാര്യമുണ്ട്. സോ അത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ എന്തും പറയാനുള്ള ഹെൽത്ത് ക്രിറ്റിസിസം ഓക്കെയാണ്. ഉണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം ഇതൊന്നും ദുബൈ നടക്കുന്നത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ MBD പോക്കും. അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നലെ ബോച്ചെ അറസ്റ്റ് ചെയ്ത് അടക്കം നോക്കുവാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റു ചിലർ പറയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ള രീതിയിൽ. നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകം. നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ അത് എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു വാണിംഗ് ആണ്. ഇതേപോലെ ഇനി ആര് ചെയ്താലും അവർക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഉള്ളവർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് റോബിൻ ഒരു താക്കീത് കൊടുത്തിരുന്നു, എനിക്കെതിരെ ഇതേപോലെ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നു. പക്ഷേ റോബിൻ അത്തരത്തിലൊന്നും ഒരു എക്സ്ട്രീമില്ല. എത്ര പേരെന്ന് പറഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ ഒരു സ്റ്റാർട്ട് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതിൽ ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. എനിക്ക് ആ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോകണ കണ്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം, പിടിക്കപ്പെടാം. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. അത്രയോ ഞാൻ പറയേണ്ട. ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരും റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഈ ഫേക്ക് ഐഡി ഉപയോഗിക്കുന്നവർ പലരുടെയും വിചാരം പിടിക്കപ്പെട്ടില്ല. അതാ പറഞ്ഞ അതുവഴി മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ